ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എവിടെ പോയാലും നമുക്ക് ഓൾറെഡി മലയാളികൾക്ക് ഒരു എക്സ്ട്രാ ഒരു ബഹുമാനവും എക്സ്ട്രാ ഒരു റെസ്പെക്റ്റും ഉണ്ട്. അത് നമ്മൾ ആൾക്കാർക്ക് പെരുമാറുന്ന രീതിയാണ്, നമ്മൾ ആൾക്കാർക്ക് സംസാരിക്കുന്ന രീതിയാണ്, നമ്മളെ ക്യാരി ചെയ്യുന്ന ഒരു രീതിയായിരിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഞാൻ ഒരു നാട്ടിൽ നിന്ന് പോകുമ്പോൾ എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടുകാർക്ക് ഒരു നല്ല പേര് വരുത്തണമെന്ന് അങ്ങനത്തെ ഒരു ആഗ്രഹമൊക്കെ കൊണ്ടാണ് അവിടെയൊക്കെ പോകുന്നത്. അപ്പോൾ ഒരു ചേട്ടാ എന്നുള്ളൊരു പേര് എല്ലാവരും ഏറ്റെടുത്തെങ്കിൽ വലിയ സന്തോഷം. അപ്പോൾ വലിയ ചേട്ടന്മാർ വരെ എന്നെ ചേട്ടാ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ശരി, വലിയ കുഴപ്പമൊന്നുമില്ല, വിളിച്ചോട്ടല്ലേ, കുഴപ്പമൊന്നുമില്ല. ഉറപ്പായിട്ടും ഇത്രയും വലിയ ഒരാൾ അങ്ങനത്തെ ഒരു കമൻറ്റ് പറയുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് വലിയ സന്തോഷം തോന്നും. റിക്കി പോണ്ടിങ് എന്ന് പറഞ്ഞാൽ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ക്രിക്കറ്ററാണ്. അപ്പോൾ പുള്ളിയുടെ സൈഡിൽ നിന്ന് ഇത്രയും നല്ലൊരു വാക്കുകളുണ്ടാകുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അത് കുറച്ച് ഓവറായിട്ട് തോന്നി. എങ്ങനെ ഇതൊക്കെ ഇത് അവിടെ ഇവിടെ എല്ലായിടത്തും ഹോം ഗ്രൗണ്ടാണ് എങ്ങനെ? അപ്പോൾ ആ ഒരു ഫീലാണ്. അപ്പോൾ ചെന്നൈയിലും ആ ലെവലിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. ഭയങ്കര രീതിയിലുള്ള ഒരു സപ്പോർട്ടും ബഹളമാണ് ആ സ്റ്റേഡിയത്തിൽ ഉണ്ടായത്. അപ്പോൾ വലിയ സന്തോഷമാണ് കേട്ടോ. ഇതൊക്കെ ഒരു വലിയ ഭാഗ്യമല്ലേ. നമുക്ക് ഉറപ്പായിട്ടും പെർഫോം ചെയ്യാൻ പറ്റും, കളി ജയിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇത്രയും സപ്പോർട്ടും ഇത്രയും ആൾക്കാർ കൂടെ ഉണ്ടെന്നുള്ളൊരു ഫീല് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ വലിയ സന്തോഷമാണ്. ട്രാൻസിഷൻ കുറേ വലിച്ചടിച്ച് നോക്കി, ഒന്നും നടന്നില്ല. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഒരു ഫെയിലിയർ വന്നല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ ന്യൂസിലൻഡ് സീരീസിലൊന്നും ശരിയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഭാഗ്യവശാൽ ഞാൻ ടീമിൽ നിന്ന് പുറത്ത് പോയപ്പോൾ ഉറപ്പായിട്ടും വിഷമം ഉണ്ടായിരുന്നു, കുറേ സങ്കടം ഉണ്ടായിരുന്നു, കുറേ ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഇമോഷൻസ് എല്ലാം ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു 7 ദിവസം കിട്ടിയായിരുന്നു ടീമിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ആ ഒരു 7 ദിവസത്തിൽ നമ്മൾ വെറുതെ ഇരിക്കാതെ വർക്ക് ചെയ്യുമല്ലോ. നമ്മൾ ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പോകും, മെൻ്റലി വർക്ക് ചെയ്യും. അപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു, എന്താണ് ഞാൻ ന്യൂസിലൻഡ് സീരീസ് മോശമായിട്ട് ചെയ്തത്, അപ്പോൾ അടുത്ത അവസരം കിട്ടുകയാണെങ്കിൽ ഇനി എന്താണ് ബെറ്ററായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു റീബിൽഡിങ് ഫേസ് എനിക്കൊരു 7 ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ എനിക്ക് സക്സസിനെയും കാട്ടി കൂടുതൽ കിട്ടിയിട്ടുള്ള ഫെയിലിയേഴ്സാണ്. അപ്പോൾ ഈ ഫെയിലിയേഴ്സിന് പെട്ടെന്ന് തിരിച്ചു വരാൻ ഉള്ളൊരു പാഠം ദൈവം സഹായിച്ച് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഫെയിലിയറിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ഓക്കെ ഇനി സക്സസ് കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ മനസ്സിലായി കൂടുതൽ വലിച്ചടിക്കേണ്ട ആവശ്യമില്ല, ബോൾ നോക്കി ടൈം ചെയ്യാനും പറ്റുമെന്നുള്ളൊരു ടാലൻറ്റ് എനിക്കുണ്ടെന്ന് എനിക്കറിയാം.